നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ ഓഗസ്റ്റ് 1 PWD ഓഫീസ് ഉപരോധിക്കുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കരാറുകാർ ഓഗസ്റ്റ് 1 മുതൽ പണിമുടക്കും. കൊട്ടാരക്കര കരിക്കത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥ. ചൊവ്വാഴ്ച MC റോഡിൽ കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ചുകയറി ഒരാൾക്ക് പരിക്ക്. ചിതറ വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് ജനകീയ സമിതി ചേർന്ന 21 കമ്മിറ്റിക്ക് രൂപം നൽകി. പോലീസ് സ്റ്റേഷൻ 2 മാസത്തിനകം ആരംഭിക്കാൻ ശ്രമം. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചോഴിയക്കോട് മൈലമൂട് പ്രദേശങ്ങൾ പുതുതായി ആരംഭിക്കുന്ന വളവുപച്ച പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ ചിതറ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് S. മുരളീധരൻ നായർ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി റെയിൽവേ നടത്തുന്ന അനാവശ്യ കുടിയൊഴിപ്പിക്കൽ തടയുമെന്ന് RSP പുനലൂർ മണ്ഡലം കമ്മിറ്റി. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഇസ്രയേൽ ആക്രമണത്തിന് ഇരയാകുന്ന പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിശ്വാസികളുടെ റാലി പുനലൂരിൽ നടന്നു. വിവിധ ജമാഅത്തുകളുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു ഐക്യദാർഢ്യ പരിപാടികൾ. രാവിലെ 11 മണിക്ക് പുനലൂർ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കടുത്ത മഴയെ അവഗണിച്ചാണ് വിശ്വാസികൾ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തത്. പുനലൂർ ആലഞ്ചേരി NMH ജമാഅത്ത്, വാളക്കോട്, ഇടമൺ, കാരിറ, തുമ്പറ എന്നീ ജമാഅത്തുകളിൽ നിന്നുള്ള 1000-ഓളം വിശ്വാസികൾ പ്രകടനത്തിൽ പങ്കെടുത്തു. തലച്ചിറ ഷാജഹാൻ മൗലവി, സിദ്ദിഖ് ബാഖവി, മുഹമ്മദ് ഷരീഫ് മനാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുനലൂർ നഗരം ചുറ്റിയ പ്രകടനം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഐക്യദാർഢ്യ യോഗത്തിൽ ആലഞ്ചേരി ഇമാം സാദിഖ് മന്നാനി ഐക്യദാർഢ്യ പ്രസംഗം നടത്തി. NMH ഇമാം സലീം മന്നാനിയുടെ പ്രാർത്ഥനയോടെയാണ് ഐക്യദാർഢ്യ പരിപാടികൾ അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ ഓഗസ്റ്റ് 1 PWD ഓഫീസ് ഉപരോധിക്കുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 1 മുതൽ പണിമുടക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരാർ പണിക്ക് പുറത്തുനിന്നെടുക്കുന്ന കമ്പി, സിമന്റ് എന്നിവയുടെ നികുതി ഒഴിവാക്കുക, മാർച്ച് 31 മുൻപ് കരാർ ഉറപ്പിച്ച പണികൾക്ക് 2015 മാർച്ച് 31 വരെയുള്ള നിരക്കുകൾ ബാധകമാക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയവയാണ് സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ. അതുപോലെ നേരത്തെയുള്ള ടാക്സിനുള്ള വേരിയേഷൻ, നേരത്തെ ടാക്സ് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ടാക്സ് 5%, ഇപ്പോൾ 17% ഗവൺമെന്റ് കൊണ്ടുവരുന്ന സ്ഥിതിയായിരിക്കും. അതായത് ഞങ്ങൾ മേടിക്കുന്ന സാധനങ്ങൾക്കെല്ലാം സിമെന്റ് ആയാലും കമ്പിയായാലും മറ്റു മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ വാങ്ങുമ്പോൾ തന്നെ അതിനെല്ലാം ടാക്സ് കൊടുത്താണ് നമുക്ക് മേടിക്കുന്നത്. ഇതൊന്നും ബ്ലാക്കിന് മേടിക്കുന്ന സാധനമാണ്. അപ്പൊ അതിന് വീണ്ടും ഞങ്ങൾ നീതി കൊടുക്കേണ്ട രീതിയിലേക്കുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ട്. അത് ഗവൺമെന്റ് സ്വന്തം പ്രവർത്തനം എടുത്തിട്ടുണ്ട്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിച്ചുള്ള 1-ാം തീയതി കൊല്ലം PWD ഓഫീസും ഉപരോധിക്കാൻ പറയുന്നത്. ഈ നിർമ്മാണ മേഖലയിലുള്ള പ്രതിസന്ധി, മെറ്റീരിയൽസ്, അതായത് കർഷകമേഖലയിലും അതുപോലെ മണമേഖലയിലും ഉണ്ടായിരുന്ന പ്രതിസന്ധി വളരെ ഗുരുതരമാണ്. അതായത് ഇത്തരം മെറ്റീരിയൽസ് കിട്ടാത്തതും അത് അനിയന്ത്രിതമായി ഒരു ഏകീകൃത വിലയില്ലാത്തതും അടിക്കടി കർഷകോൽപ്പന്നങ്ങളുടെ വില കൂടുന്നതും നിർമ്മാണ മേഖലയിൽ വളരെയേറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. PWD മാനുവൽ പരിഷ്കരണത്തിലെ അപാകതകൾ പിൻവലിക്കുക, ഇപ്പോൾ വർദ്ധിപ്പിച്ച നികുതി 3% നിന്നും 14% പിൻവലിക്കുക, അതുപോലെ തന്നെ നികുതി നയത്തിലെ ഇരട്ടത്താപ്പ് നയം, അത് 3-ാമത്തെ ലക്ഷ്യം. കരാർ വ്യവസ്ഥകളിലെ അനീതി, നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതയും ന്യായവിലയും ഉറപ്പാക്കുക, ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നീ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആഗസ്റ്റ് മാസം 1-ാം തീയതി PWD ഹോൾസെയിൽ ഡിവിഷൻ ഓഫീസിൽ രാവിലെ 9:30 നടന്നത്. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് S. പ്രദീപ് കുമാർ, സെക്രട്ടറി മോഹൻ G. നായർ, ഖജാൻജി എബ്രഹാം പുത്തൂർ, KS അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര കരിക്കത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു.
ചൊവ്വാഴ്ച MC റോഡിൽ കാർ ഓട്ടോറിക്ഷകളിൽ ഇടിച്ചുകയറി. കാർ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ അമിത വേഗത്തിലെത്തിയ മാരുതി കാർ 2 ഓട്ടോറിക്ഷകളിൽ ഇടിച്ചു കയറുകയായിരുന്നു. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കരിക്കത്ത് 4 മാസത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. മരണം സംഭവിക്കാത്തതിനാൽ അപകടങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കരിക്കത്ത് MC റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കാറിന്റെ ഡ്രൈവറെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം പുന്നല കടശ്ശേരി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പുതുതായി നിർമ്മിക്കുന്ന ശ്രീകോവിലുകളുടെ ശിലാസ്ഥാപനം നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്നു. പുതുതായി നിർമ്മിക്കുന്ന മഹാവിഷ്ണുവിന്റെയും ഭദ്രകാളിയുടെയും പരമേശ്വരന്റെയും ശ്രീകോവിലുകളുടെ ശിലാസ്ഥാപനം ക്ഷേത്രശില്പി മുട്ട്ര ശെൽവരാജിന്റെയും സോമൻ ചുനക്കരയുടെയും ക്ഷേത്രം മേൽശാന്തി സുരേന്ദ്രൻ നമ്പൂതിരിയുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചുനക്കര വാരണക്കോട് മഠം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. അതിപുരാതനമായ ക്ഷേത്രം മലകളാൽ ചുറ്റപ്പെട്ടതും 500 വർഷത്തിന് മുമ്പ് മുതലുള്ള ദേവചൈതന്യം നിറഞ്ഞതുമാണെന്ന് ദേവപ്രശ്നത്തിൽ വ്യക്തമായിട്ടുണ്ട്. ദേവഭൂമിയിൽ ശൈവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായാണ് വിശ്വാസം. 8 ദിക്കുകളുടെയും അധിപതിയായി മഹാവിഷ്ണുവും ഭദ്രകാളി ദേവിയും തുല്യപ്രാധാന്യത്തോടെയാണ് ഇവിടെ വാണരുളുന്നത്. ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ പിന്തുണയോടെ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഉപദേവതകളായ ശിവൻ, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷി എന്നിവയുടെയും തിരുമുറ്റം, തിടപ്പള്ളി എന്നിവയുടെയും നിർമ്മാണം തച്ചുശാസ്ത്ര വിധിപ്രകാരം കടശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വ്യാപാരി വ്യവസായ സമിതി പുത്തൂർ യൂണിറ്റിന്റെ പുതിയ ഓഫീസ് മന്ദിരം 31-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ. പുത്തൂർ ആസ്ഥാനമാക്കി പുതിയ പഞ്ചായത്ത് വേണമെന്നും വഴിയോര വാണിഭക്കാരെ സർക്കാർ നിയന്ത്രിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പുത്തൂർ യൂണിറ്റ് സ്വന്തമായി പണിയെടുപ്പിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് 31-ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആദരണീയായ അഡ്വക്കേറ്റ് ഐഷാപൊറ്റി MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ദിരത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ബി ഐഷാപൊറ്റി MLA നിർവഹിക്കും. സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വ്യാപാര രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പുത്തൂർ യൂണിറ്റിലെ വ്യാപാരികൾക്കുള്ള അനുമോദനവും ഒപ്പം നടക്കും. 3 പഞ്ചായത്തുകളുടെ സംഗമസ്ഥലവും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലവുമായ പുത്തൂരിൽ പുതിയ പഞ്ചായത്ത് അനുവദിച്ച് വികസനത്തിന് അവസരമൊരുക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടു. രോഗം മഴക്കാലമായിട്ടും അതിന് പ്രതിനിധി കണ്ടിട്ടില്ല. അപ്പോൾ മുത്തൂരിനെ ആസ്ഥാനമാക്കി ഒരു പഞ്ചായത്ത് അനുവദിക്കണമെന്ന ദീർഘകാലമായ ആവശ്യം വ്യാപാരികളും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. അത് ഈ ഗവൺമെന്റ് അനുഭവം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ വ്യാപാരി സമൂഹം ആവശ്യപ്പെടുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിരന്തരം ഉദ്യോഗസ്ഥർ പരിശോധനകളും പീഡനങ്ങളും നടത്തുമ്പോൾ മാനദണ്ഡങ്ങൾ പരസ്യമായി ലംഘിക്കുന്ന വഴിയോര കച്ചവടക്കാരും തട്ടുകടക്കാരും പൊതുജനത്തിന് അനാരോഗ്യകരമായ തരത്തിൽ വ്യാപാരം നടത്തുന്നത് അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ഗവൺമെന്റ് നോംസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വാടകയും വീട്ടുകാരും ടാക്സും സെയിൽ ടാക്സും ഇൻകം ടാക്സും കൊടുത്ത് സേഫ്റ്റി ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിട്ട് വ്യാപാര സ്ഥാപനം നടത്തുന്നു. അവിടെ നിർബാധം ഈ ഉദ്യോഗസ്ഥർ കയറി പരിശോധനയുടെ പേരിൽ പീഡനം വരെ നടത്താറുണ്ട്. പീഡനം മീൻസ് എങ്ങനെ അത്രത്തോളം ബുദ്ധിമുട്ടില്ലാത്ത വ്യാപാരികൾ ഈ ഒന്നും ബാധകമല്ലാത്ത വഴിയോരത്ത് ദുർഗന്ധം നമിക്കുന്ന വഴിയോരങ്ങളിൽ മലിനീവസമായ വഴിയോരങ്ങളിൽ തട്ടുകച്ചവടക്കാർ ചായക്കച്ചവടം നടത്തുക, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ കൊണ്ടുവയ്ക്കുക, ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് നിന്ന് നടത്തിയിട്ടും നമ്മുടെ അധികാരികളുടെ കണ്ണുകളൊന്നും അവർ കണ്ടിട്ടില്ല. യൂണിറ്റ് സെക്രട്ടറി G. രാജപ്പൻ, പ്രസിഡന്റ് S. കൃഷ്ണൻ ഉണ്ണിത്താൻ, ട്രഷറർ ഷാജി ബാഹുലയും ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് ജനകീയ സമിതി ചേർന്ന് 21-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. 2 മാസത്തിനകം പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് ശ്രമം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ MLA മുല്ലക്കര രത്നാകരൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. MLA രക്ഷാധികാരിയും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനുമായുള്ള 21-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. പഞ്ചായത്ത് വക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം നവീകരിച്ച് പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് 21-അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. 2 മാസത്തിനകം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ലൈവ് വാർത്തയോട് പറഞ്ഞു. നാട്ടിലെ
ആൾക്കാരെ സമീപിച്ച് അവരിൽ നിന്ന് സമ്പത്തുണ്ടാക്കിക്കൊണ്ട് ഒരു മാസ കാലയളവ് കൊണ്ട് നിർദ്ദിഷ്ട പോലീസ് സ്റ്റേഷനിലെ പണി പൂർത്തിയാക്കുന്നതിനുള്ള ഭഗീരഥ ശ്രമത്തിനാണ്. കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞ് ഓണം കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടന ഔദ്യോഗികമായി നിർവഹിക്കാൻ കഴിയും എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. നിലവിൽ കുളത്തൂപ്പുഴ സ്റ്റേഷന്റെ പരിധിയിലുള്ള ചോഴിയക്കോട്, മൈലമൂട് പ്രദേശങ്ങൾ പുതുതായി ആരംഭിക്കുന്ന വളവച്ച പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ ചിത്ര ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ. ഇത് സംബന്ധിച്ച് MLA അഡ്വക്കേറ്റ് കെ രാജു നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചോഴിയക്കോട്, മൈലമൂട് എന്നീ പ്രദേശങ്ങൾ വളവുപച്ച സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടുവരുന്നതിനെ എതിർത്ത് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു എസ് മുരളീധരൻ നായർ. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് വാർഡിലെ ജനങ്ങൾക്ക് പുതിയ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അവർ ഉൾപ്പെട്ടു വന്നാൽ അത് ഏറെ പ്രയാസകരമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കാരണം പുനലൂർ താലൂക്കിൽപ്പെടുന്നതാണ് ചോഴിയക്കോട് പ്രദേശം എന്ന് പറയുന്നത്. അവർ തിങ്കളേരിക്കം വില്ലേജുകാരാണ്. തിങ്കളേരിക്കം വില്ലേജ്, അതുപോലെ തന്നെ കുളത്തൂപ്പുഴ പഞ്ചായത്ത്, ഈ വില്ലേജ് ഓഫീസും അതുപോലെ തന്നെ പഞ്ചായത്തും എല്ലാം കുളത്തൂപ്പുഴയിലാണ്. മറ്റ് സർക്കാർ ഓഫീസുകളെല്ലാം ഇവിടെയാണ്. ഇവിടെ വന്ന് ദൈനംദിനം അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം കുളത്തൂപ്പുഴയുമായി ബന്ധപ്പെട്ടാണ് ആ പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ അവരുടെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള ചിതറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഈ 2 വാർഡുകൾ മാറ്റുന്നത് അങ്ങേയറ്റം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. ജനസംഖ്യയും സ്റ്റേഷൻ പരിധിയും കണക്കിലെടുത്ത് ആഭ്യന്തര വകുപ്പാണ് പരിധി നിശ്ചയിക്കുന്നതെന്നും ഇതിൽ പഞ്ചായത്തോ ജനപ്രതിനിധികളോ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും മുരളീധരൻ നായർ പറഞ്ഞു. പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഭാഗം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് ഗ്രാമപഞ്ചായത്തോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ അല്ല. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് മൊത്തത്തിലുള്ള ജനസംഖ്യ ആനുപാതികമായി ഇത് വിഭജിക്കുന്നത്. ആ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ ഏതെല്ലാം പ്രദേശങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ചോഴിയക്കോടുന്ന 1-2 വാർഡ്, കുമ്മൾ പഞ്ചായത്തിന്റെ വാർഡ്, ഇട്ടുവ പഞ്ചായത്തിന്റെ വാർഡ്, ഈ പ്രദേശങ്ങൾ ചേർന്നാണ് നിർദ്ദിഷ്ട പോലീസ് സ്റ്റേഷന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് സ്ഥലം തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചോഴിയക്കോട് നിന്നുള്ള ഒരാൾക്ക് വളവച്ചയിൽ വരുന്നതിന് കേവലം 6 കിലോമീറ്റർ വേണം. അവർക്ക് ഇതായിരിക്കും സൗകര്യം എന്നാണ് ഞങ്ങളെ കണക്കൂട്ടൽ. ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന സ്ഥലം വേണമെന്ന് പോലീസ് ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി റെയിൽവേ നടത്തുന്ന അനാവശ്യ കുടിയൊഴിപ്പിക്കൽ തടയുമെന്ന് RSP പുനലൂർ മണ്ഡലം സെക്രട്ടറി M നാസർ ഖാൻ. ആര്യങ്കാവിൽ കഴിഞ്ഞ ദിവസം 80ഓളം പേർക്ക് റെയിൽവേ നോട്ടീസ് നൽകിയിരുന്നു. വികസനത്തിന് ആവശ്യമായ സ്ഥലത്തിനു വേണ്ടി മാത്രം വീടുകൾ നീക്കം ചെയ്യുന്നതിന് പകരം നോട്ടീസ് നൽകിയിട്ടുള്ള മുഴുവൻ പേരെയും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് നാസർ ഖാൻ പറഞ്ഞു. കഴിഞ്ഞൊരു ദിവസം ആര്യങ്കാവിലെ ഒരു 10-80ഓളം വരുന്ന കുടിയെടുപ്പുകാർക്ക് റെയിൽവേ നോട്ടീസ് നൽകി. അത്യാവശ്യം ഒരു 10-15 വീട്ടുകാരെയാണ് അവിടെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ പരിസരത്തുള്ള മുഴുവൻ പേർക്കും നോട്ടീസ് നൽകി അവിടെ ഒരു ഭീകരാന്തരീക്ഷം റെയിൽവേ സൃഷ്ടിച്ചു. യാതൊരു ഇതുമില്ലാതെ നമ്മുടെ പുനലൂര് പാലത്തിനോട് ചേർന്ന മൂർത്തിക്കാവ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു 10ഓളം കുടുംബങ്ങൾക്ക് നിങ്ങൾ മധുര ഡിവിഷണൽ ഓഫീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു. സത്യത്തിൽ അവിടുത്തെ പണികളെല്ലാം പുരോഗമിച്ചു. പാലത്തിന്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി വരുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. അവിടെ നിന്ന് അവർ മാറ്റിപ്പാർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് മാത്രവുമല്ല, റെയിൽവേയുടെ ആ പാലം സ്ഥിതി ചെയ്യുന്ന അതിന്റെ തൂണുകളിൽ നിന്ന് 70-80 മീറ്റർ അകലത്തിലാണ് വർഷങ്ങളായി ഇവർ വീട് വെച്ച് താമസിക്കുകയും കച്ചവടം നടത്തിയൊക്കെ വന്ന് ഉപജീവനമാർഗം നടത്തിയത്. ആര്യങ്കാവിന് പടിഞ്ഞാറോട്ടുള്ളവരോട് ഈ മധുര ഡിവിഷൻ അധികാരികൾ വളരെ മനുഷ്യത്വരഹിതമല്ലാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. കേരളത്തിൽ മാത്രമാണ് റെയിൽവേ ഇത്തരത്തിൽ കടുത്ത നടപടി സ്വീകരിക്കുന്നതെന്നും നാസർ ഖാൻ ചൂണ്ടിക്കാട്ടി. ആര്യങ്കാവ് മുതലങ്ങ് കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിലെ റെയിൽവേയുടെ സൈഡുകളിൽ കൃഷി ചെയ്തും വീടുകൾ വെച്ചൊക്കെ താമസിക്കുന്ന ആളുകൾ നിരവധിയാണ്. നമ്മുടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെല്ലാം ചെന്നാൽ അവിടെ ആ റെയിൽവേ ഗേറ്റിന്റെ തൊട്ടടുത്തെല്ലാം വീടുകൾ വെച്ചും കടകൾ വെച്ചും ഒക്കെ ആളുകൾ ഉപജീവനമാർഗം നടത്തി വരുന്നു. അവിടെയൊന്നും അവർക്ക് ഈ പ്രശ്നമില്ല. അവർക്ക് പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ഇവിടുത്തെ ഈ പ്രശ്നം, കേരളത്തിലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഭൂമിയുടെ ലഭ്യത കുറവുണ്ട്, ഇവിടുത്തെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ
ഒരു വൈരനിര്യാതന ബുദ്ധിയോട് കൂടിയുള്ള പ്രവർത്തനമാണ് റെയിൽവേയുടെ മധുര ഡിവിഷനിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. റെയിൽവേ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനും നിയന്ത്രിക്കാനും ആരുമില്ലെന്നും അനാവശ്യ കുടിയൊഴിപ്പിക്കലിനെതിരെ RSP ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും നാസർ ഖാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ ഈ ഇടമൺ മുതൽ ആര്യങ്കാവ് വരെ പരിശോധിച്ചാൽ 120 മീറ്റർ 140 മീറ്റർ വീതിയിലാണ് റെയിൽവേയുടെ ഇരു സൈഡിനുള്ള ഭൂമി. ഈ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെല്ലാം യാതൊരു കാരണവുമില്ലാതെ ഒഴിപ്പിക്കണമെന്ന് നോട്ടീസ് കൊടുക്കുക. ഒഴിപ്പിക്കൽ നടപടിയൊന്നും നടക്കാൻ പോകുന്നില്ല. റെയിൽവേക്ക് അത്യാവശ്യം മാറ്റേണ്ടുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനും അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൂടെ ചേർന്ന് ഭൂമി കണ്ടെത്തി അവരെ ഭദ്രമായി താമസിക്കുന്ന നടപടികൾ സ്വീകരിക്കും. മറിച്ച് എല്ലാവരും കൂടെ ഒഴിപ്പിച്ചിട്ട് ഈ ഭൂമി സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു സമീപനം റെയിൽവേയുടെ ഒരു സ്വപ്നം മാത്രമാണ്. അത് നടക്കാനേ പോകുന്നില്ല. അത്തരത്തിലുള്ള അവരെ നീക്കത്തിനെതിരായിട്ട് RSPയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം വരുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ദേശീയപാത 744-ൽ വാഹനത്തിന്റെ ഇന്ധന ടാങ്കിലുണ്ടായ ചോർച്ച മൂലം റോഡിൽ വീണ ഇന്ധനത്തിൽ തന്നെ ബൈക്ക് യാത്രികർക്ക് അപകടം. 5 കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്ധനം റോഡിൽ വീണതിനെ തുടർന്ന് നിരവധി ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പുനലൂർ ഭാഗത്തേക്ക് പോയ പിക്കപ്പ് വാനിൽ നിന്ന് ഇന്ധനം ചോർന്നതായാണ് പറയപ്പെടുന്നത്. ഇടമൺ മുതൽ കലയനാട് വരെയുള്ള ഭാഗത്താണ് ഇന്ധനം റോഡിൽ കൂടുതലായി വീണത്. വളവുകൾ നിറഞ്ഞ റോഡിൽ ഇന്ധനം വീണത് നിരവധി ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നതിന് കാരണമായി. തുടർന്ന് സ്ഥലത്തെത്തിയ ഹൈവേ പോലീസ് വഴുക്കൽ മൂലമുള്ള അപകട സാധ്യത ഫയർഫോഴ്സിൽ അറിയിച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇന്ധനം വീണ ഭാഗത്ത് മണ്ണുനിരത്തി റോഡിന്റെ വഴുക്കൽ മാറ്റി. പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ച ശേഷം പിക്കപ്പ് വാനിന്റെ ഇന്ധന ടാങ്ക് ശരിയായി അടയ്ക്കാത്തതിനാലാണ് ഇന്ധനം ചോർന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കഴുതുരുട്ടി പ്രിയ എസ്റ്റേറ്റ് മുതൽ അച്ചൻകോവിൽ വരെയുള്ള റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച പ്രിയ എസ്റ്റേറ്റിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് C. സഞ്ജയ് ഖാന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഈ റോഡ് യാഥാർത്ഥ്യമാക്കും എന്നുള്ള അഭിപ്രായം അന്ന് പറഞ്ഞു. യാഥാർത്ഥ്യമാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പങ്ക് വഹിക്കും, ഗ്രാമപഞ്ചായത്ത് അവരുടെ പങ്ക് വഹിക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ പങ്ക് വഹിക്കുന്നു. ഈ ത്രിതല സമിതി ചേർന്ന് ചെയ്യും എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. ജില്ലാ പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീതം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് മെമ്പർ പിന്നെ ജില്ലയിൽ വന്നിട്ടില്ലെങ്കിലും ബ്ലോക്കിലെ അശോകനുണ്ടല്ലോ, അപ്പോൾ ബ്ലോക്കിലും ഇതിനെ സംബന്ധിച്ച് എല്ലാവരും കൂടെ ധാരണയാക്കി ബ്ലോക്കിനെയും കണ്ടുവച്ചു നമുക്കിത് പൂർണ്ണതയിലേക്കാണ് എത്തിക്കാൻ പറ്റും. ഇവിടെ സഞ്ചയിക്കാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്നും എങ്ങും ചെയ്യാൻ ഒക്കത്തില്ല. ചെയ്താൽ ഉടൻ തന്നെ ആക്ഷേപങ്ങളും ആരോപണമാണ് ആദ്യം വരുന്നത്, ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അവിടെ മുതൽ നോക്കിയാൽ HMLന്റെ എസ്റ്റേറ്റിനകത്തൂടെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ഇതെല്ലാം HML വകയായിരുന്നല്ലോ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സാമിയുടെ എസ്റ്റേറ്റിൽ കയറുന്നു. ഇവിടെ വരുമ്പോൾ അപ്പോൾ ഈ എസ്റ്റേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ എസ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ ആണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ട് ബോർഡ് വെച്ചിരിക്കുന്ന കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇതിൽ പോകുന്ന യാത്രക്കാരുടെയും ജനങ്ങളുടെയും ഈ പഞ്ചായത്തിലെയും പുറത്തുനിന്ന് വരുന്നവരുടെയും സൗകര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അതിലാണ്. ശാസ്താക്ഷേത്രങ്ങൾ ഇപ്പം ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പാട്, ഇതാണല്ലോ ശാസ്താക്ഷേത്രം. പുറത്തുനിന്ന് വരുന്ന ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോവുക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ആര്യങ്കാവിൽ വരുന്നവർ അച്ചൻകോവിൽ ഇതുവഴിയാണ് അയ്യപ്പ ഭക്തന്മാർ പോകുന്നതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോഴായിരിക്കും ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യവും ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ പുറത്തോട്ട് തന്നെ അറിയപ്പെടുന്നത്. അതുവഴി വികസനം വളരെ വലിയ നിലയിലേക്ക് ഇവിടെ വരും എന്നുള്ളതാണ്. നിലവിൽ കഴുത്തുരുട്ടി മുതൽ അമ്പനാട് വരെ റോഡ് സഞ്ചാരയോഗ്യമാണ്. എന്നാൽ ഇതിനപ്പുറം അച്ചൻകോവിൽ വരെ കാൽനട പോലും സാധിക്കാത്ത നിലയിലാണ് റോഡ് പൂർത്തിയായാൽ അച്ചൻകോവിൽ നിവാസികൾക്കും മറ്റ് തീർത്ഥാടകർക്കും ഏറെ പ്രയോജനമാകും. അച്ചൻകോവിലിൽ നിന്ന് കഴുതുരുട്ടിയിലെ പഞ്ചായത്ത് ഓഫീസിൽ എത്തണമെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് വഴി 50-ലേറെ കിലോമീറ്റർ സഞ്ചരിക്കണം. എന്നാൽ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ 27 കിലോമീറ്റർ യാത്ര ചെയ്താൽ കഴുതുരുട്ടിയിലെത്താം. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. അയ്യമ്മാൾ, വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, വാർഡ് മെമ്പർ കുട്ടിപ്പാപ്പ ജോസഫ്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ ഓഗസ്റ്റ് 1 PWD ഓഫീസ് ഉപരോധിക്കുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കരാറുകാർ ഓഗസ്റ്റ് 1 മുതൽ പണിമുടക്കും. കൊട്ടാരക്കര കരിക്കത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥ. ചൊവ്വാഴ്ച MC റോഡിൽ കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ചുകയറി ഒരാൾക്ക് പരിക്ക്. ചിതറ വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് ജനകീയ സമിതി ചേർന്ന 21 അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. പോലീസ് സ്റ്റേഷൻ 2 മാസത്തിനകം ആരംഭിക്കാൻ ശ്രമം.
കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചോഴിയക്കോട് മൈലമൂട് പ്രദേശങ്ങൾ പുതുതായി ആരംഭിക്കുന്ന വളവുപച്ച പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ ചിതറ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി റെയിൽവേ നടത്തുന്ന അനാവശ്യ കുടിയൊഴിപ്പിക്കൽ തടയുമെന്ന് RSP പുനലൂർ മണ്ഡലം കമ്മിറ്റി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.